മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് റീഡിംഗ് കാണാം, എന്നാൽ മാത്രമേ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടുകയുള്ളൂ. ആൻഡ് ഓൾസോ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ റീഡിംഗ് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഈ റീഡിങ്ങിലൂടെ ചുരുളഴിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? ഇപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഓവറോൾ എനർജി, ഈ പേഴ്സൺ മനസ്സിലെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഓരോ കാര്യവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആദ്യമൊക്കെ നെഗറ്റീവായിട്ടായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വേണ്ടുന്നത്ര കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഇല്ലായിരിക്കാം. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്നത്, ഈ പ്രണയബന്ധത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണുള്ളത്, എത്ര അനുഗ്രഹങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ പണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ചായാലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും ചിലപ്പോൾ ഈ പേഴ്സൺ സംസാരിച്ചിരുന്നത് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലാതെ ആയിരിക്കാം. ഇപ്പൊ നിങ്ങളെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ഓക്കെ, ഈ റിലേഷൻഷിപ്പ് സക്സസ് ആകോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, കിട്ടിയാ കിട്ടി പോയാ പോയി, അങ്ങനത്തെ ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിന്നതെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം കോൺഫിഡൻസ് വരുന്നു. ഇപ്പോൾ ഈ വ്യക്തി അനുഗ്രഹങ്ങളിലേക്കാണ് നോക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണം, വിജയത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അഡ്വഞ്ചർ ആണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പക്ഷേ വിജയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ചില റിസ്ക് ഒക്കെ എടുക്കണമായിരിക്കാം. അതായത് കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് റിസ്ക് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, ഇപ്പം നമ്മൾ എന്ത് കാര്യത്തിനും കുറച്ച് റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടുന്നത്ര റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കലി, അതായത് സാധാരണ രീതിയിൽ ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ശരിയാവേണമെങ്കിൽ ശരിയാകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയായിരുന്നു ഈ പേഴ്സൺ നിന്നിരുന്നത്. ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള എഫേർട്ടും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനോഭാവമാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ റിസ്ക് എടുക്കാൻ പറ്റോ അതെല്ലാം ഈ പേഴ്സൺ എടുക്കും, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റോ അതെല്ലാം ഈ പേഴ്സൺ എടുക്കും. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരണമെന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി ശക്തമായി തന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും. എന്തു വേണമെങ്കിലും റിസ്ക് എടുക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് എന്നുള്ള മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യമൊക്കെ അയ്യോ പാവം എന്നുള്ളൊരു രീതിയിലായിരുന്നു നിന്നിരുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഇത് ശരിയാവേണമെങ്കിൽ ശരിയാകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ അങ്ങനെയല്ല, ഇതെന്തായാലും ശരിയാക്കിയേ തീരൂ, ഇത് ഞാൻ ശരിയാക്കിയിരിക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ സ്ട്രെങ്ത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലയൺ പവറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു ലേഡീനെയും കാണാം. അതിപ്പോൾ നിങ്ങളുടെ പേഴ്സണെ വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി.
ഇപ്പൊ ഇവിടെ നിങ്ങളുടെ പുരുഷനാണെങ്കിൽ ഇവിടെ പുരുഷനായിട്ട് ചിന്തിക്കാം, സ്ത്രീ ആണെങ്കിൽ സ്ത്രീയായിട്ട് ചിന്തിക്കാം. ഇവർക്ക് എന്തെന്നില്ലാത്ത ഒരു തൻ്റെ ഇടവും മാനസികപരമായിട്ടുള്ള ധൈര്യവുമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ധൈര്യത്തെയാണ്. ഈ വ്യക്തി പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അതിലൂടെ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ധൈര്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിന് ധൈര്യം, ഈ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ദൃഢതയുള്ളതും പക്വതയുള്ളതുമായിരിക്കും, വളരെ ക്ലാരിറ്റി ഉണ്ടാകും. ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ധൈര്യത്തെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാനസികപരമായിട്ട് ഈ വ്യക്തി ഒരുപാട് പ്രിപ്പറേഷൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സണ് വേണ്ടുന്നത്ര ദൈവത്തിൽ അത്രയും അങ്ങോട്ട് വിശ്വാസമില്ലായിരുന്നു. അതായത് കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ വേണ്ട, എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി പൂർണ്ണമായിട്ടും ഒരു ഡിവൈൻ എനർജിയിൽ വിശ്വസിക്കുന്നു. അതിപ്പോ ഈ വ്യക്തിയുടെ മതത്തിലുള്ള ദൈവത്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ പൊതുവെയുള്ള യൂണിവേഴ്സൽ എനർജീനെ ആയിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിവൈൻ, ഒരു ദൈവികമായിട്ടുള്ള ഒരു എനർജിയിൽ വിശ്വസിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഈ പേഴ്സൺ ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ, ദൈവവിശ്വാസമൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്, മെർക്കുറി ആണ് കിട്ടിയിട്ടുള്ളത്. ഗെറ്റ് എ വെയിറ്റ് ഓഫ് യുവർ ചെസ്റ്റ്, സ്പീക്ക് അപ്പ് വിത്ത് ലവ് ആൻഡ് ബി ഹേർഡ് എന്നാണ്. പലപ്പോഴും നിങ്ങളെ കേൾക്കാനോ, നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സംസാരം കേൾക്കാനോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ സംസാരിക്കാമെന്ന്, മനസ്സ് തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഈ വ്യക്തി അതിന് തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സ് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ തയ്യാറായിരിക്കില്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ ആണ്. നിങ്ങൾ വീണ്ടും പിന്നെയും മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പല വിധത്തിലും സംസാരിക്കാനും മനസ്സ് തുറന്ന് അഭിപ്രായങ്ങൾ പറയാനൊക്കെ നിങ്ങൾ, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് എടുത്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പേഴ്സൺ എന്തുകൊണ്ടോ മനസ്സ് തുറന്ന് സംസാരിക്കാനോ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനോ തയ്യാറായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനാണ്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനും, നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ്, അതായത് ഈ പേഴ്സന്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് ഫോണിൽ കൂടി ആയിരിക്കാം, നേരിട്ടായിരിക്കാം, അല്ലാതെ ആയിരിക്കാം, ഫ്രണ്ട്സ് വഴിയായിരിക്കാം. ഏത് വഴിയാണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുന്നതായിട്ടും തുറന്ന് സംസാരിക്കുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഫിനാൻസ് ആൻഡ് കരിയർ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഈ പേഴ്സണ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലാത്ത അവസ്ഥ, ഇനിയിപ്പോൾ ജോലി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സംതൃപ്തി കിട്ടുന്ന സാമ്പത്തികമായിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും ഈ പേഴ്സൺ റിക്കവർ ആകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉപാധി, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ മറികടക്കാൻ, അതായത് ആ പ്രശ്നത്തിനെ മറികടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ജസ്റ്റിസ് നേടിത്തരാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇവിടെ നീതി ലഭിക്കാതെ പോയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ അത്രയും മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ട് പോലും ഈ വ്യക്തിക്ക് അത് കാണാത്ത രീതിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ വ്യക്തിക്ക് കണ്ണടച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കേണ്ടി വന്നിട്ടുണ്ട്.
അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടോ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കുവാനും നിങ്ങളുടെ സ്നേഹത്തിന് പരിപൂർണമായിട്ടുള്ള ഒരു വിജയം കൊണ്ടുതരാനും നീതി കൊണ്ടുതരാനുമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏതൊക്കെ രീതിയിൽ നീതി കൊണ്ടുവരാൻ സാധിക്കുന്നുവോ ആ രീതിയിൽ നീതി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീതി മേടിച്ചു തരണം, ഈ റിലേഷൻഷിപ്പിൽ നീതി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എൻഡിങ്സ് ആർ ഇൻവെറ്റബിൾ എന്നാണ്. അതായത് ഇവിടെ പലപ്പോഴും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, ഇനി നീ എന്നെ വിളിക്കരുത്, ഇനി നീ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വരരുത്, ഇനി നീ എന്നോട് മിണ്ടരുത്, എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ ദൂരേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ അത്തരം സന്ദർഭങ്ങൾ സാധാരണയാണ്. പക്ഷെ ആ അവസാനിച്ച അവസാനിച്ചിടത്തു നിന്നും അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല. അതെവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്നും തുടങ്ങുന്ന രീതിയിലേക്കാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പേഴ്സൺ അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതായിരിക്കും. യെസ്, ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടിച്ചേരുക എന്നുള്ളതാണ്. ടുഗെദർ ആണ്. നമുക്കറിയാൻ പറ്റും ഒരു സ്ത്രീയും പുരുഷനും അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ്. വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു കപ്പിൾസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടിച്ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുടെയും കൂടെ നിൽക്കാനോ കൂട്ടുകാരുടെ ഒപ്പം നിൽക്കാനോ വേറെ കാര്യങ്ങളിലേക്ക് പോകാനോ ഒന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുമായിട്ട് ഒരുമിച്ച് നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ പേഴ്സന്റെ തീരുമാനം. സ്റ്റുഡന്റ് കിട്ടിയിട്ടുണ്ട്, ആർക്കിടെക്ചർ, ക്രൈയിങ്, നമ്പർ 33, ലെറ്റർ വി, 999, ലെറ്റർ ഇ, ബിസിനസ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.